ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചികിത്സാ പിഴവ് ആരോപിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി കാലാവസ്ഥാ കർമ്മ പദ്ധതിക്ക് രൂപം നൽകി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ്. തെരുവുനായ ശല്യം പരിഹരിക്കാൻ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളെയും ABC ഷെൽട്ടർ പരിധിയിൽ കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ശനിയാഴ്ച പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് സഞ്ചരിക്കാൻ 2 ഇലക്ട്രിക് ബസ്സുകൾ പാർക്കിലെത്തിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് കാസർകോട്ടേക്ക് സ്ഥലം മാറ്റം. ശിഖ സുരേന്ദ്രൻ തൃശൂർ കളക്ടറാകും. ഗുരുവായൂരിലെ ക്ഷേത്രോത്സവത്തിന് ശനിയാഴ്ച വൈകിട്ട് കൊടിയേറും. ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. തൃശൂർ ഈസ്റ്റ് പോലീസ് ക്വാർട്ടേഴ്സിൽ മോഷണം. 50,000 രൂപയും 4 പവന്റെ മാലയുമാണ് മോഷണം പോയത്. വാർത്തകൾ വിശദമായി. ആരോഗ്യമേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം യുവാവിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചും ആരോഗ്യമേഖലയിൽ നിരന്തരം സംഭവിക്കുന്ന വീഴ്ചകൾക്കെതിരെയുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ച് മെഡിക്കൽ കോളേജിന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു. തുടർന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വീണ ജോർജിന്റെ ശരീരത്തിന് ഒരു പോറലും ഉണ്ടായിട്ടില്ല. കറുത്ത തുണി പോയിട്ട് ഒരു നൂലിഴ പോലും അവരുടെ ശരീരഭാഗങ്ങളിൽ തട്ടിയിട്ടില്ല. നമുക്കറിയാം. പോലീസുകാരെ വകഞ്ഞു മാറി യൂത്ത് കോൺഗ്രസിന്റെയും KSU പ്രവർത്തകന്മാരെയും വെല്ലുവിളിക്കുന്ന KSU പ്രവർത്തകന്മാരോട് ധിക്കാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നാടകം നമ്മൾ കണ്ടില്ലേ? വീണ ജോർജിന്റെ ശരീരത്തിൽ ഏതെങ്കിലും KSUക്കാരനോ യൂത്ത് കോൺഗ്രസുകാരനോ ഒന്ന് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോട്ട് അത് CCTVയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈൽ ഫോണിൽ വീണ ജോർജിനെ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസുകാരനോ KSUക്കാരനോ ആക്രമിക്കാനോ കയ്യേറ്റം ചെയ്യാനോ തൊടാനോ ഒന്ന് ശ്രമിച്ചതിന്റെ ഒരു ഷോട്ട് കാണിച്ചു തന്നാൽ ഞങ്ങൾ ഈ പരിപാടി നിർത്താം. ആരോഗ്യവകുപ്പിലെ വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ടു പോകാൻ പ്രവർത്തകർ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് ആദ്യമായി കാലാവസ്ഥാ കർമ്മ പദ്ധതിക്ക് രൂപം നൽകി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ്. തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളെയും ABC ഷെൽട്ടർ പരിധിയിൽ കൊണ്ടുവരുമെന്നും ബജറ്റ് പ്രഖ്യാപിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷാണ് ബജറ്റ് അവതരിപ്പിച്ചത്.
ലൈഫ് ഭവന പദ്ധതിക്ക് 25,78,50,000 രൂപയും റോഡുകളുടെ പരിപാലനത്തിന് 12,26,60,000 രൂപയും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും മാലിന്യ സംസ്കരണത്തിനുമായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. സ്ത്രീകളുടെ ഉന്നമനത്തിനും ലിംഗസമത്വത്തിനുമായി 7.25 കോടിയും തെരുവുനായ പ്രശ്നത്തിന് പരിഹാരം കാണാൻ 5.1 കോടിയും നീക്കിവച്ചിട്ടുണ്ട്. ആകർഷകമായ അനുഭവങ്ങളിലൂടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ആസ്വദിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായി റോബോ പാർക്ക് പ്രവർത്തിക്കും. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കുന്ന പ്രാദേശിക കാലാവസ്ഥാ കർമ്മ പദ്ധതിക്ക് 86 ലക്ഷം രൂപ നീക്കിവെച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ മികവിനുള്ള സമേതം പദ്ധതിക്ക് 10 ലക്ഷം രൂപ, വയോജനക്ഷേമം ലക്ഷ്യമാക്കുന്ന സുശാന്തം പദ്ധതിയുടെ പ്രവർത്തനത്തിന് 25 ലക്ഷം രൂപ എന്നിങ്ങനെ വകയിരുത്തി. കാർഷിക വികസന രംഗത്തും പ്രത്യേക ഊന്നലുണ്ട്. ജില്ലയിലെ സാംസ്കാരിക രംഗം പരിപോഷിപ്പിക്കാനായി പൂരം പ്രദർശനം, ജലോത്സവങ്ങൾ, ജില്ലാ കേരളോത്സവം എന്നിവയ്ക്കായി 30 ലക്ഷം രൂപ നീക്കിവെക്കും. സംസ്ഥാന സർക്കാരിന്റെ സംരംഭമായ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി ഗ്രാമീണ മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കും. കൂടാതെ ശിശുവികസനം, പട്ടികജാതി പട്ടികവർഗ വികസനം, പാർപ്പിടം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി തുടങ്ങിയ രംഗങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ബജറ്റ് പ്രഖ്യാപിക്കുന്നു. TCV തൃശൂർ. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ശനിയാഴ്ച പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. രാവിലെ 9-ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും റവന്യൂ വകുപ്പ് മന്ത്രി K രാജനും മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങളുടെ ആദ്യ സന്ദർശനം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് സുവോളജിക്കൽ പാർക്കിലേക്കുള്ള പ്രവേശന സമയം. മുതിർന്നവർക്ക് 100 രൂപയും 5 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 30 രൂപയും മുതിർന്ന പൌരന്മാർക്ക് 50 രൂപയും ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് പ്രവേശനം സൌജന്യവുമായിരിക്കും. സുവോളജിക്കൽ പാർക്ക് ചുറ്റിക്കാണുന്നതിനായി KSRTCയുടെ 2 ഇലക്ട്രിക് ബസ്സുകൾ സുവോളജിക്കൽ പാർക്കിലെത്തിച്ചു. വിവിധ ആവാസയിടങ്ങളാണ് സുവോളജിക്കൽ പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. തൃശൂർ മൃഗശാലയിലെ മാനുകൾ, കടുവ, കാട്ടുപോത്ത്, ചീങ്കണ്ണികൾ, സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ 330 മൃഗങ്ങൾ സുവോളജിക്കൽ പാർക്കിലുണ്ട്. ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുന്നതിനായി കഫ്റ്റീരിയയും 4 ഫുഡ് കിയോസ്കുകളും സജ്ജമാണ്. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനെ കാസർഗോഡ് ജില്ലാ കളക്ടറായി നിയമിച്ചു. ശിഖ സുരേന്ദ്രൻ തൃശൂർ ജില്ലാ കളക്ടറാകും. നിലവിൽ ടൂറിസം ഡയറക്ടറാണ് ശിഖ സുരേന്ദ്രൻ. സംസ്ഥാനത്തെ മികച്ച ജില്ലാ കളക്ടറായി തെരഞ്ഞെടുത്ത ഏതാനും ദിവസങ്ങൾക്കകമാണ് അർജുൻ പാണ്ഡ്യനെ സ്ഥലം മാറ്റുന്നത്. എറണാകുളം സ്വദേശിനിയായ ശിഖ സുരേന്ദ്രൻ നേരത്തെ തൃശൂരിൽ ജില്ലാ വികസന കമ്മീഷണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ശനിയാഴ്ച ആനയില്ല ശീവേലിയും ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടവും നടക്കും. രാത്രി പൂയം നക്ഷത്രത്തിൽ കൊടിയേറും. 10 ദിവസത്തെ ആഘോഷ പരിപാടികൾക്കായി 3,56,90,500 രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി. ഉത്സവത്തിന്റെ 4ാം ദിവസമായ മാർച്ച് 3-ന് ചന്ദ്രഗ്രഹണമായതിനാൽ ക്ഷേത്ര ചടങ്ങിൽ മാറ്റമുണ്ടാകും. വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രനട അടച്ച് 7:15-നാണ് തുറക്കുക. അത്താഴപൂജ നിവേദ്യങ്ങളായ അപ്പം, അട, അവിൽ ചീട്ടാക്കില്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള പകർച്ച, രാത്രിയിലെ പ്രസാദോട്ട് എന്നിവയും ഉണ്ടാകില്ല. 9ാം ദിവസമായ മാർച്ച് 8-ന് രാത്രി പള്ളിവേട്ട നടക്കും. മാർച്ച് 9-ന് രാത്രി ആറാട്ടിനു ശേഷം കൊടിയിറങ്ങും.
കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന കലാപരിപാടികൾ 8-ാം ദിവസം സമാപിക്കും. ഗായിക KS ചിത്ര, സംഗീതജ്ഞനായ യുവകലാഭാരതി ബാംഗ്ലൂർ G രവികിരൺ, ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യൻ, ചലച്ചിത്രതാരം ആശാ ശരത്, വയലിൻ കലാകാരൻ ഗംഗാ ശശിധരൻ തുടങ്ങിയവർ കലാവിരുന്നൊരുക്കും. ദിവസവും വൈകുന്നേരം നാടൻ അനുഷ്ഠാന കലകൾ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള വേദിയിൽ അരങ്ങേറും. 2 വേദികളിലായി 1000-ഓളം സംഘങ്ങളുടെ തിരുവാതിരക്കളിയും ഉണ്ടാകും. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കൃഷ്ണനാരായണൻ, ബാലു, രവികൃഷ്ണൻ എന്നീ ആനകളാണ് മുൻനിരയിൽ ഓടുക. സിദ്ധാർത്ഥൻ, ഗോപികൃഷ്ണൻ എന്നീ ആനകൾ കരുതലായി ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ആനയോട്ടത്തിൽ ഇത്തവണ 11 ആനകളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ നിന്ന് നേരത്തെ തീരുമാനിച്ച 5 ആനകളുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിലിട്ടാണ് നറുക്കെടുത്തത്. ക്ഷേത്രത്തിൽ ബ്രഹ്മകലശത്തിനു ശേഷം കിഴക്കേ ഗോപുരനടയിൽ നടന്ന ചടങ്ങിൽ ദർശനത്തിനെത്തിയ പട്ടാമ്പി പള്ളിപ്പുറം കൈപ്രമ്പ് വീട്ടിൽ സുധീഷിന്റെ മക്കളായ ശിവന്തിക, ശിവാഞ്ജലി എന്നീ കുട്ടികളാണ് നറുക്കെടുത്തത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, KP വിശ്വനാഥൻ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ആനയോട്ട സബ് കമ്മിറ്റി അംഗങ്ങളായ KP ഉദയൻ, സജീവൻ നമ്പിയത്ത്, ബാബുരാജ് ഗുരുവായൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 8 ദിവസങ്ങളിലായി നടന്നുവരുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് ഗുരുവായൂരപ്പന് 1000 കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്തു. രാവിലെ ശീവേലി, പന്തിരടി പൂജ എന്നിവയ്ക്ക് ശേഷം പൂജ ചെയ്ത് ചൈതന്യപൂരിതമാക്കിയ 975 വെള്ളിക്കുംഭങ്ങളും 26 സ്വർണ്ണക്കുംഭങ്ങളും കീഴ്ശാന്തിമാർ ശ്രീലകത്തെത്തിച്ചു. സഹസ്ര കലശ ചടങ്ങുകൾക്ക് ശേഷം വിശേഷ വാദ്യങ്ങൾ, മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം എന്നിവയുടെ അകമ്പടിയിൽ മേൽശാന്തി മൂർത്തിയടത്ത് സുധാകരൻ നമ്പൂതിരി ബ്രഹ്മകലശവും ഓദിക്കൻ കക്കാട് ചെറിയ വാസുദേവൻ നമ്പൂതിരി കുംഭേശ കലശവും ശാന്തിയേറ്റ് കീഴ്ശാന്തി മാഞ്ചിറ കേശവൻ നമ്പൂതിരി കർക്കരി കലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ആദ്യ കുംഭേശ കലശവും പിന്നീട് ബ്രഹ്മകലശവും ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ബ്രഹ്മകലശാഭിഷേകത്തിന് ശേഷം തന്ത്രി ഉച്ചപൂജയും നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, KP വിശ്വനാഥൻ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചടങ്ങുകളിൽ സംബന്ധിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി പ്രസാദ ഊട്ട് വിളമ്പാൻ ദേവസ്വം ജീവനക്കാർക്ക് പുറമെ 230 ഭക്തരെ നിയോഗിക്കാൻ തീരുമാനിച്ചു. പ്രസാദ ഊട്ടിന്റെ സുഗമമായ നടത്തിപ്പിനായി ദേവസ്വം വിളിച്ചു ചേർത്ത നാട്ടുകാരുടെ യോഗത്തിലാണ് തീരുമാനം. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ 23 കൌണ്ടറുകളാണ് പ്രസാദ ഊട്ടിനായി ഒരുക്കുന്നത്. ഓരോ കൌണ്ടറിലും 10 പേരെ വീതം നിയമിക്കും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗം KP വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗം C മനോജ്, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ K ഗീത, മുരളി പുറനാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിൽ ഈസ്റ്റ് പോലീസ് ക്വാർട്ടേഴ്സിൽ മോഷണം. 50,000 രൂപയും 4 പവന്റെ മാലയും മോഷണം പോയി. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഉണ്ണി എന്ന പോലീസുകാരന്റെ ക്വാർട്ടേഴ്സ് കുത്തിത്തുറന്നാണ് കവർച്ച. ഈ മാസം 22-നായിരുന്നു സംഭവം. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ തൃശൂരിൽ അദാലത്ത് നടത്തി. അദാലത്തിൽ 15 പരാതികൾ പരിഗണിച്ചു. 13 കേസുകൾ തീർപ്പാക്കി. 2 പരാതികൾ അടുത്ത ഹിയറിംഗിലേക്ക് മാറ്റിവെച്ചു. കമ്മീഷൻ അംഗം TK വാസു, ജില്ലാ പട്ടികജാതി വികസന അസിസ്റ്റന്റ് ഓഫീസർ AP സീന എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി. സമദർശി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ദ്വിദിന സെമിനാർ സമാപിച്ചു. ദളിതരുടെയും മതന്യൂനപക്ഷങ്ങളുടെയും സാമൂഹ്യ ഇടപെടൽ എന്ന വിഷയത്തിൽ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സെമിനാറിൽ കണ്ണൂർ സർവകലാശാല ചരിത്ര അധ്യാപിക ഡോക്ടർ മാളവിക ബിന്നി, സാമൂഹിക ചിന്തകൻ KEN കുഞ്ഞഹമ്മദ്, ഫാദർ പോൾ തേലക്കാട് എന്നിവർ പ്രഭാഷണം നടത്തി. സമദർശി ഭാരവാഹികളായ KL ജോസ്, PN ഗോപികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റ് ജനവിരുദ്ധമാണെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ പറഞ്ഞു. പല പദ്ധതികൾക്കും തുക വകയിരുത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട ബദൽ സംവിധാനം ഒരുക്കിയിട്ടില്ല. ഫണ്ട് കണ്ടെത്താൻ മുനിസിപ്പൽ ബോണ്ട് നടപ്പിലാക്കാനുള്ള നീക്കം തിരിച്ചടിയാകും. കഴിഞ്ഞ ഭരണസമിതി മാതൃകാപരമായി നടപ്പിലാക്കിയ ലേണിംഗ് സിറ്റി പദ്ധതിയെ ബജറ്റിൽ പൂർണ്ണമായും അവഗണിച്ചു. പ്ലാസ്റ്റിക്കിൽ നിന്ന് ഡീസൽ പ്ലാന്റ് പദ്ധതി നടപ്പിലാക്കുന്നത് പഠിക്കാനായി കരാറുകാരെ ഏൽപ്പിക്കാനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിനിടയാക്കി. പാർപ്പിട പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടില്ല. തങ്ങളാരും വികസന വിരോധികളല്ലെന്നും ജനവിരുദ്ധ ബജറ്റാണ് ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ചതെന്നും TR ഹിരൺ പറഞ്ഞു.
കുടിവെള്ളത്തിനായി യാതൊരു ശാശ്വതമായ പദ്ധതിയും ബജറ്റിൽ ഉണ്ടായിട്ടില്ലെന്ന് ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ രഘുനാഥ് സി മേനോൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണസമിതി അനധികൃതമായി പിരിച്ചെടുത്ത നികുതി പണം തിരിച്ചു നൽകിയാൽ തൃശൂർ കോർപ്പറേഷനിൽ എങ്ങനെ വികസന പദ്ധതി നടപ്പിലാക്കുമെന്ന് മേയർ വ്യക്തമാക്കണം. വികസനത്തിന് രാഷ്ട്രീയം മാറ്റിവെച്ച് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ രഘുനാഥ് സി മേനോൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് പുതിയ പാലത്തിന് പച്ചക്കൊടി. കനോലി കനാലിന് കുറുകെ നിലവിലുള്ള പാലത്തിന് സമാന്തരമായി കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ 46.31 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 2016-17 സംസ്ഥാന ബഡ്ജറ്റിലാണ് പാലം നിർമ്മാണത്തിന് തുക വകയിരുത്തിയിരുന്നത്. കിഫ്ബിയുടെ സഹായത്തോടെ 24.72 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. ഇൻലാൻഡ് വാട്ടർവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിന്റെ നീളം 289.6 മീറ്ററിൽ നിന്ന് 363.6 മീറ്റർ നീളമാക്കി വർദ്ധിപ്പിച്ചു. 17 സ്പാനുകളിലായി 11 മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുക. 2 വശങ്ങളിലായി 300 മീറ്റർ അപ്രോച്ച് റോഡും നിർമ്മിക്കും. ആധുനിക രീതിയിലാണ് പുല്ലൂറ്റ് സമാന്തര പാലം നിർമ്മിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചു. ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. കൊടുങ്ങല്ലൂരിലെ പണിക്കേഴ്സ് ആശുപത്രിക്കെതിരായാണ് പരാതി ഉയർന്നിട്ടുള്ളത്. പതിയാശ്ശേരി പുറക്കുളത്ത് നൌഫലിന്റെ ഭാര്യ ഷബ്നയെ വ്യാഴാഴ്ചയാണ് പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിശോധന നടത്തിയെങ്കിലും കുഞ്ഞിന് ആരോഗ്യപ്രശ്നമുള്ളതായി ഡോക്ടർ അറിയിച്ചിട്ടില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. പിന്നീട് ആരെയും അറിയിക്കാതെ യുവതിയെ സിസേറിയന് വിധേയയാക്കിയെന്നും ഏറെ നേരത്തിന് ശേഷമാണ് കുഞ്ഞിന്റെ മരണവിവരം ആശുപത്രി അധികൃതർ അറിയിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു. പരാതിയെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. അതേസമയം ലേബർ റൂമിൽ നടത്തിയ പരിശോധനയിൽ കുഞ്ഞിന് ഹൃദയമിടിപ്പ് കുറവായതിനാൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. രോഗികളെ വലച്ച് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തുടരുന്നു. OP ബഹിഷ്കരണവും തുടരുകയാണ്. ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടക്കുമെന്ന് അറിയിച്ചിരുന്ന ഉദ്യോഗസ്ഥതല യോഗം നടന്നിരുന്നില്ല. സർക്കാർ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് സമരം ശക്തമായി തുടരാനാണ് KGMCTA തീരുമാനം. സമരത്തിന്റെ ഭാഗമായി എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. സമരം മെഡിക്കൽ കോളേജുകളിലെ OP IP സേവനങ്ങളെയും വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സന്തോഷം എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വയറിംഗ് കിറ്റിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തും മുമ്പേ തീ അണച്ചിരുന്നു. ട്രാക്കിൽ കിടന്നിരുന്ന ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ബസ്സിൽ പുക ഉയരുന്നത് കണ്ടതോടെ യാത്രക്കാരെ ഇറക്കുകയായിരുന്നു. ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്താണ് തീപിടിച്ചത്. ബസ് നിയന്ത്രിക്കാനാവാതെ വന്നതോടെ മറ്റൊരു ബസ്സിലിടിച്ചാണ് നിന്നത്. കനകമല കുരിശുമുടി കയറുന്നതിനിടെ നെഞ്ചുവേദനയെ തുടർന്ന് തീർത്ഥാടകൻ മരിച്ചു. കൊടകരയിലെ റൈസ് ആൻഡ് ഓയിൽ മിൽ ഉടമയും പന്തല്ലൂക്കാരൻ ഫ്രാൻസിന്റെ മകനുമായ 49 വയസ്സുള്ള ലോനപ്പനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6:30 കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മല കയറുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തണമെന്ന് കേരള ബ്രാഹ്മണ സഭ അസോസിയേഷൻ. ഈ വിഷയത്തിൽ സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാർ അനുകൂലമായ സത്യവാങ്മൂലം നൽകണമെന്നും ബ്രാഹ്മണസഭ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു.
സ്വകാര്യ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്കും വിവിധ സമുദായങ്ങളിൽപ്പെട്ട പുരോഹിതർക്കും വരുമാനമില്ലാത്ത സംസ്കൃത വേദ പണ്ഡിതർക്കും സാമൂഹ്യക്ഷേമ പെൻഷൻ അനുവദിക്കുക, ശങ്കര ജയന്തി ദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കുക, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് ആദിശങ്കരന്റെ പേര് നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും സർക്കാരിനോട് ഉന്നയിച്ചു. സമുദായാംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വിഷുക്കൈനീട്ടം കേരള ബ്രാഹ്മണ സഭയ്ക്ക് എന്ന പദ്ധതി പ്രകാരം വിഷുദിനത്തിൽ 50 ലക്ഷം രൂപ സമാഹരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എച്ച് ഗണേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി NR പരമേശ്വരൻ, സംസ്ഥാന ട്രഷറർ KR ജയരാമൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TR ഹരിഹരൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി D മൂർത്തി എന്നിവർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാർട്സ് പദ്ധതിയുടെ ഭാഗമായി 5, 6, 7 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ക്രിയേറ്റീവ് ഫെസ്റ്റ് ശ്രദ്ധേയമായി. 38 സ്റ്റാളുകളിലായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കുട്ടിക്കടകൾ കാണികൾക്ക് കൌതുകമായി. കുട്ടികളുണ്ടാക്കിയ പഠനോൽപ്പന്നങ്ങൾ, പലഹാരങ്ങൾ, ഭക്ഷണപാനീയങ്ങൾ, അലങ്കാര വസ്തുക്കൾ, തുണിയിൽ തീർത്ത ഉൽപ്പന്നങ്ങൾ, കൗതുക വസ്തുക്കൾ, ചിത്രങ്ങൾ, പോസ്റ്ററുകൾ, മാലകൾ, കളിപ്പാവകൾ, മിനിയേച്ചർ വാഹനങ്ങൾ തുടങ്ങിയവയാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത്. ഒരു മാസത്തോളമായി ഞങ്ങൾ ക്രിയേറ്റീവ് കോർണറിന്റെ കാര്യങ്ങളായി നടക്കുന്നത്. ഞങ്ങൾ 7 മേഖലകളാണ് ഞങ്ങൾക്കുള്ളത്. മരപ്പണി, പാചകം, കൃഷി, പ്ലംബിംഗ്, കൊത്തുപണി, ഇലക്ട്രിക്കൽസ്, ഇലക്ട്രോണിക്സ്, ഫാഷൻ ഡിസൈനിങ്, എംബ്രോയിഡറി, സ്റ്റിച്ചിങ്. പാചകമാണ് നടത്തുന്നതിൽ ഇപ്പോൾ ഇത് പലതരം പുട്ടുകളാണ്. ഇത് റാഗിപ്പുട്ട്, ഇത് ചീരപ്പുട്ട്, ഇത് ക്യാരറ്റാണ്, ഇത് സാദാ പുട്ടാണ്, ബീട്രൂട്ട് പുട്ട്, അതാണ് എല്ലാം എടുക്കുന്നത്. ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ടോയില്, അത് പെയിന്റ് അടിച്ചെടുത്ത് മോഡിഫിക്കേഷൻ ചെയ്തിട്ടാണ്. പിന്നെ ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഫുള്ള് കാർബോർഡ്. സ്വന്തം കഴിവുകളും സൃഷ്ടിപരമായ ചിന്തകളും വിനിയോഗിച്ച് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ക്രിയേറ്റീവ് ഫെസ്റ്റിൽ നിറക്കാഴ്ചയായത്. പ്ലംബിംഗ്, കാർഷികം, കുക്കിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഫാഷൻ ഡിസൈനിങ്, വുഡ് വർക്ക് തുടങ്ങിയ മേഖലകളിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ നവീന ഉൽപ്പന്നങ്ങൾ സന്ദർശക ശ്രദ്ധ ആകർഷിക്കുന്നതായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ DPCSSK ഡോക്ടർ NJ ബിനോയ് അധ്യക്ഷത വഹിച്ചു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ, DDE PM ബാലകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി. DPO KB ബ്രിജി, ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ D ശ്രീജ, DPO NK രമേശ്, തൃശൂർ ഈസ്റ്റ് AEO ജിജ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും തൊഴിൽ മേഖലയുമായി ബന്ധിപ്പിച്ച പഠനാന്തരീക്ഷം രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ക്രിയേറ്റീവ് കോർണർ പദ്ധതിയിൽ ലക്ഷ്യമിടുന്നത്. TCV തൃശൂർ. പുതുക്കാട് തെക്കേത്തുറവിൽ കുറുമാലിപ്പുഴയിലെ തോപ്പിൽ കടവിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് പുഴയിൽ തടഞ്ഞു നിന്ന നിലയിൽ നാട്ടുകാർ മൃതദേഹം കണ്ടത്. ദിവസങ്ങളുടെ പഴക്കമുള്ള മൃതദേഹം അഴുകിയ നിലയിലാണ്. പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ തിങ്കളാഴ്ച ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് വീണ ആളുടെ മൃതദേഹമാണെന്നാണ് പോലീസിന്റെ സംശയം. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതവും ദർശനവും ആസ്പദമാക്കി കവി സച്ചിദാനന്ദൻ രചിച്ച മൂഴിക്കുളം ശാല അവതരിപ്പിച്ച നാടകം സംഗീത നാടക അക്കാദമി ബ്ലാക്ക് ബോക്സിൽ അരങ്ങേറി. സച്ചിദാനന്ദൻ 4 പതിറ്റാണ്ട് മുൻപെഴുതിയ ഗുരു എന്ന 3 ഭാഗമുള്ള കവിതയുടെ തുടർച്ചയാണ് നാടകം. ശ്രീനാരായണ ഗുരുവിനെ ജനിച്ച സമുദായത്തിന്റെയോ രാജ്യത്തിന്റെയോ പ്രത്യേക സ്വത്തായി പരിമിതപ്പെടുത്താനാവില്ലെന്ന സന്ദേശമാണ് നാടകം നൽകുന്നത്. 10 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവർ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി. ഡോക്ടർ M പ്രദീപൻ സംവിധാനം ചെയ്ത നാടകത്തിന്റെ അവതരണം കവി K സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. I ഷൺമുഖദാസ്, വത്സല വാസുദേവൻ, KV ഗണേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തട്ടാന്റെ ഉമിയിൽ ശിവൻ താണ്ഡവം പിറവി കാത്തിരുന്നു. കൊല്ലന്റെ ഉലയിൽ ഒരു പുതിയ സാമൂഹ്യ വിപ്ലവത്തെയും സമന്വയിച്ച ശങ്കരിൽ നിന്ന് നാരായണ ഗുരു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയും. ഒരുപാട് കവിതകളുമായി ചേർത്ത് വായിക്കേണ്ടത്.
മുല്ലശ്ശേരി പേനകത്ത് കഞ്ചാവ് ചെടി ബക്കറ്റിൽ വളർത്തിയ നിലയിൽ കണ്ടെത്തി. പേനകം മരക്കമ്പനിയുടെ സമീപത്തുള്ള കൽവർട്ടിനോട് ചേർന്നുള്ള റോഡരികിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പാവർട്ടി പോലീസ് കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. പാലിയക്കര ടോൾ ബൂത്തിൽ പുറകിലേക്കെടുത്ത കണ്ടെയ്നർ ലോറി ഇടിച്ച് ടോൾ ജീവനക്കാരന് ദാരുണാന്ത്യം. പോട്ട താണിപ്പാറ സ്വദേശി പാട്ടത്ത് വീട്ടിൽ മണികണ്ഠനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്കുള്ള 4ാമത്തെ ടോൾ ബൂത്തിൽ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനിടെയാണ് അപകടം. ഫാസ്ടാഗിൽ പണമില്ലാതെ ബൂത്തിൽ കയറിയ ടോറസ് ലോറി പുറകിലേക്ക് മാറ്റിയിടുന്നതിനായി തൊട്ടുപിന്നിലുണ്ടായിരുന്ന കണ്ടെയ്നർ ലോറി പുറകിലേക്കെടുത്തപ്പോഴാണ് മണികണ്ഠനെ ഇടിച്ചത്. പിന്നിൽ നിന്ന് ലോറി വരുന്നത് അറിയാതെ ട്രാക്കിലെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനിടെയാണ് അപകടം. കണ്ടെയ്നർ ലോറി അമിത വേഗതയിൽ പുറകോട്ടെടുത്തതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു. ലോറിക്കടിയിൽപ്പെട്ട മണികണ്ഠന്റെ ദേഹത്തുകൂടി ചക്രങ്ങൾ കയറിയിറങ്ങി. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മാസ് ലൈൻ പ്രസിദ്ധീകരണ കേന്ദ്രത്തിന്റെ 4 പുസ്തകങ്ങളുടെ പ്രകാശനവും ചർച്ചയും തൃശൂരിൽ നടന്നു. ഫാസിസം മുതൽ നവഫാസിസം വരെ, ഇന്നത്തെ ചൈന, ചാരു മഞ്ചുംദാർ ജീവചരിത്രം, കുടുംബം, സ്വകാര്യ സ്വത്ത്, ഭരണകൂടം എന്നിവയുടെ ഉത്ഭവം എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. തുടർന്ന് സാമ്രാജ്യത്വ ഫാസിസ്റ്റ് കാലത്തെ ആശയപ്രത്യയ ശാസ്ത്ര സമരത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ചർച്ചയും സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന പരിപാടിയിൽ KN രാമചന്ദ്രൻ, ഡോക്ടർ KN അജോയ് കുമാർ, PN പ്രൊവിൻ, അഗസ്റ്റിൻ കുട്ടനെല്ലൂർ, K ശിവരാമൻ, സലിം ദിവാകരൻ, സനാതനൻ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,810 രൂപ, പവന് 1,18,480 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചികിത്സാ പിഴവ് ആരോപിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി കാലാവസ്ഥാ കർമ്മ പദ്ധതിക്ക് രൂപം നൽകി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ്. തെരുവുനായ ശല്യം പരിഹരിക്കാൻ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളെയും ABC ഷെൽട്ടർ പരിധിയിൽ കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ശനിയാഴ്ച പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് സഞ്ചരിക്കാൻ 2 ഇലക്ട്രിക് ബസുകൾ പാർക്കിലെത്തിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് കാസർകോട്ടേക്ക് സ്ഥലം മാറ്റം. ശിഖ സുരേന്ദ്രൻ തൃശൂർ കളക്ടറാകും. ഗുരുവായൂരിലെ ക്ഷേത്രോത്സവത്തിന് ശനിയാഴ്ച വൈകിട്ട് കൊടിയേറും. ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. തൃശൂർ ഈസ്റ്റ് പോലീസ് ക്വാർട്ടേഴ്സിൽ മോഷണം. 50,000 രൂപയും 4 പവന്റെ മാലയുമാണ് മോഷണം പോയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.